നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഋജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മഹാഭാരതത്തിൻ്റെ മൂലശ്ലോകങ്ങളെ, സംസ്കൃതത്തിലുള്ള വ്യാസഭഗവാൻ എഴുതിയ ആ ശ്ലോകങ്ങളെയെല്ലാം മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും ഗദ്യമായിട്ട് തർജ്ജമ ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം 1962 പ്രസിദ്ധീകരിച്ച പുസ്തകം പിന്നീട് DC ബുക്സ് 6 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മഹാഭാരതത്തിലെ മുഴുവൻ കഥയും അതേ രീതിയിൽ തന്നെ പുനരവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തീർത്ഥയാത്രാ പർവ്വത്തിലെ കുറേ വീഡിയോകളായിട്ട് തീർത്ഥയാത്രാ പർവ്വത്തിലെ കഥകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ധാരാളം ഉപകഥകൾ നിറഞ്ഞതാണ് ഈ ഒരു ഭാഗം എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ്സിന് വേണ്ടിയിട്ട് പോയി അങ്ങനെ ദേവലോകത്ത് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ നിന്ന് ലോമശൻ എന്ന് പറയുന്ന ഒരു മഹർഷി ദേവേന്ദ്രൻ്റെയും അർജുനൻ്റെയും നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരാദികളുടെ അടുത്ത് വന്നിട്ട് തീർത്ഥയാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചും തീർത്ഥയാത്രയ്ക്ക് പോകേണ്ടതിനെക്കുറിച്ചിട്ടുമൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ കാമികവം വനം വിട്ട് തീർത്ഥസ്ഥാനങ്ങൾ നോക്കി ഭാരതം മുഴുവനും യാത്ര ചെയ്യുന്നതാണ് ഈ ഭാഗം. അപ്പം ഓരോ തീർത്ഥസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോഴും ലോമശമുനി യുധിഷ്ഠിരനോട് ആ ഭാഗത്തെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഉപകഥകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല കഥകളും നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് മാന്ധാതാവ്, സോമകൻ എന്നീ 2 വലിയ രാജാക്കന്മാരുടെ കഥകളാണ്. അവരുടെ യജ്ഞസ്ഥാനങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടത്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന ലോമശൻ്റെ നേതൃത്വത്തിലുള്ള ആ തീർത്ഥയാത്രാ സംഘം പാണ്ഡവരും കൃഷ്ണയും അതോടൊപ്പം തന്നെ തപസ്സുകളായിട്ടുള്ള ബ്രാഹ്മണരും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരങ്ങനെ പല തീർത്ഥസ്ഥാനങ്ങളിൽ ചെന്നു. അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ ആ തീർത്ഥസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ ലോമശൻ വളരെ വിശദമായിട്ട് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലോമശൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവർ പ്ലക്ഷാവതരണം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇത് യമുനാ നദിയുടെ തീരത്തുള്ള ഒരു തീർത്ഥസ്ഥാനമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ലോമശൻ തുടങ്ങി. അവിടെ വെച്ചിട്ട് ഭരത ചക്രവർത്തി തൻ്റെ അശ്വമേധയാഗം നടത്തിയത് അവിടെ വെച്ചിട്ടാണ്. മരുത്തൻ എന്ന് പറയുന്ന രാജാവ് സമ്പർത്തനൻ എന്ന് പറയുന്ന ഒരു വലിയ മുനിയോടൊപ്പം ചേർന്നിട്ട് യജ്ഞം നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് കുരുക്ഷേത്രത്തിൻ്റെ കവാടമെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സ്നാനം ചെയ്യുന്നവർക്കൊക്കെ പുണ്യലോകത്തേക്കുള്ള പ്രവേശനമാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ലോമശനോട് പറഞ്ഞു, ഭവാനി, എനിക്കിപ്പോൾ അർജുനൻ വളരെ സമർത്ഥമായിട്ടുള്ള ദേവലോകത്ത് വസിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊരു കാഴ്ചശക്തി ലഭിച്ചതായിട്ട് ഞാൻ അറിയുന്നു എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. കേട്ടപ്പോൾ ലോമശൻ പറഞ്ഞു, ഇതുതന്നെയാണ് മഹർഷിമാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഈ പുണ്യങ്ങളെല്ലാം നേടിക്കഴിയുമ്പോൾ അവർക്ക് ലോകത്തിലുള്ള എല്ലാ കാഴ്ചകളും അവരുടെ മുമ്പിലേക്ക് വരികയുണ്ടായി. അങ്ങനെ നീയും ആ മഹർഷിമാരെ പോലെ പുണ്യം നേടിയിരിക്കുകയാണ് യുധിഷ്ഠിര എന്ന് ലോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അങ്ങനെ പല പ്രസിദ്ധമായിട്ടുള്ള പുണ്യതീർത്ഥങ്ങളും സന്ദർശിച്ചതിന് ശേഷം പാണ്ഡവർ വീണ്ടും യാത്ര തുടർന്ന് അവസാനം അവർ യമുനയുടെ 2 കരകളുടെയും തീരത്ത് ചേർന്ന് ഒഴുകുന്ന ജലയും ഉപജലയും എന്ന് പറയുന്ന 2 നദികൾ കണ്ടു. അപ്പം ആ യമുനയുടെ തീരത്ത് വെച്ചിട്ടാണ് ഉശീരൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം അഗ്നിയുടെയും ഇന്ദ്രൻ്റെയും പരീക്ഷണത്തെ അതിജീവിച്ച് പുണ്യം നേടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരന് ആഗ്രഹമായി. അങ്ങനെ ഉശീരൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കഥ ലോമശൻ യുധിഷ്ഠിരനോട് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. പല പുണ്യസ്ഥാനങ്ങളും സന്ദർശിച്ച് യുധിഷ്ഠിരനും കൂട്ടരും ലോമശൻ്റെ നേതൃത്വത്തിൽ ഭൃഗുതുംഗ പർവ്വതത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ ലോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുത്തു. ലോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, അങ്ങ് ഈ വിദസ്ത നദി കാണുക. ഈ വിദസ്ത നദി യമുന നദിയുടെ വേറൊരു പേര് തന്നെയാണ്. ഈ യമുനയുടെ 2 കരയിലൂടെയും 2 പുണ്യനദികൾ ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേരുകൾ ജലയും ഉപജലയുമാണ്. ഇതിൻ്റെ തീരത്ത് വെച്ചിട്ടാണ് ഉശീനരൻ എന്ന് പറയുന്ന രാജാവ് ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും പരീക്ഷണത്തിൽ വിജയിച്ചിട്ട് സ്വർഗപ്രാപ്തി നേടിയതെന്ന് പറഞ്ഞു.
ഇവിടെ യജ്ഞം ചെയ്ത ഉശീനരൻ ദേവേന്ദ്രനേക്കാൾ മഹത്തായിട്ടുള്ള ഒരു രാജാവായിട്ട് മാറി. ഉശീനരൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ദാനധർമ്മങ്ങൾ കൊണ്ട് വളരെ പ്രസിദ്ധനായിരുന്നു. ഷിബി എന്ന് പറയുന്ന രാജ്യമായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹം യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഗ്നി ഒരു മാടപ്രാവിൻ്റെ രൂപത്തിൽ വന്നിട്ട് രാജാവിൻ്റെ മടിയിലേക്ക് വന്ന് വീണ് അത് പേടിച്ച് വിറച്ച് രാജാവിനോട് അഭയം ചോദിച്ചു. ആ സമയത്ത് ഇന്ദ്രൻ ഒരു പരുന്തിൻ്റെ രൂപത്തിൽ പുറകെ പറന്നു വന്നിട്ട് അത് രാജാവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പരുന്ത് പറഞ്ഞു, അങ്ങ് വലിയ ധർമ്മജ്ഞനാണെന്നാണ് ലോകരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങിപ്പോൾ വലിയൊരു അധർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശന്നു വലഞ്ഞു വരുന്നവനാണ് ഞാൻ. എൻ്റെ ഭക്ഷണത്തെ അങ്ങ് പിടിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങയുടെ ധർമ്മമെല്ലാം നശിക്കുകയും അങ്ങ് അധർമ്മിയായി തീരുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഹേ പക്ഷിശ്രേഷ്ഠ, അങ്ങ് കാണുന്നില്ലേ ഈ പ്രാവ് എൻ്റെ മടിയിൽ വന്ന് ശരണം പ്രാപിച്ചത്? അങ്ങേ കണ്ട് പേടിച്ചിട്ട് ഇവൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കുകയാണ്. ഇവൻ എന്നിൽ ശരണാഗതി പ്രാപിച്ചവനാണ്. ഇവനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ അധർമ്മം. നിന്നെ കണ്ടിട്ട് ഇവൻ പേടിച്ച് നിറയ്ക്കുന്നത് നീ കാണുന്നില്ലേ? ഇവനെ വിട്ടു തരിക എന്ന് പറയുന്നതാണ് അവനോട് ഞാൻ ചെയ്യുന്ന കൊടിയ പാപമായിട്ട് മാറും. അതുകൊണ്ട് എനിക്കിവനെ വിട്ടുതരാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്ന് പരുന്തിനോട് ഉശീനരൻ പറഞ്ഞു. പരുന്ത് പറഞ്ഞു, രാജാവേ, ഞാൻ അവനെ വേട്ടയാടിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങ് എൻ്റെ ഭക്ഷണമാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഭക്ഷണം കിട്ടാതിരുന്നാൽ ഞാൻ മരിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ അനാഥരാകും. അവരും പട്ടിണി കിടന്ന് മരിക്കും. അപ്പം അങ്ങ് ഈ അധർമ്മം ചെയ്യുന്നത് കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ധർമ്മത്തിൻ്റെ കാര്യം തീരുമാനിക്കുമ്പോൾ ധർമാധർമ്മങ്ങളുടെ വലിപ്പച്ചെറുപ്പം നോക്കി ഏതാണോ വലിയ ധർമ്മം അതാണ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ പക്ഷിയെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ മരിക്കുള്ളൂ. പക്ഷേ എന്തെങ്കിലും എനിക്ക് ഭക്ഷിക്കാൻ കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനും മരിക്കും, എൻ്റെ കുടുംബവും മരിക്കും. അതുകൊണ്ട് അങ്ങ് തീരുമാനിക്കുക ഏത് ധർമ്മം എടുക്കണം എന്നുള്ളത്. വലിയ ധർമ്മമാണ് അങ്ങ് എടുക്കേണ്ടതെന്ന് പരുന്ത് ഈ ഉശീനരൻ എന്ന് പറയുന്ന രാജാവിനോട് പറഞ്ഞു. രാജാവ് പറഞ്ഞു, നീ ഗരുഡനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ വലിയ ധർമ്മമാണല്ലോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആശ്രയിച്ച് വന്നവനെ വിട്ടുകൊടുക്കുന്നത് രാജാവിന് ചേർന്ന ധർമ്മമല്ല. പക്ഷേ നിൻ്റെ വിശക്കുന്ന നിന്നെ വിശപ്പോടു കൂടിയിട്ട് പറഞ്ഞു വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ധാരാളം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവിന് പകരമായിട്ട് നിനക്ക് പോത്തിനെയോ കാളയോ എന്ത് ജീവിയെ വേണമെങ്കിലും ഭക്ഷണമായിട്ട് തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. നിനക്ക് എന്താണ് ആവശ്യമെന്ന് നീ പറഞ്ഞാൽ മതിയെന്ന് ഉശീനര രാജാവ് ഈ പരുന്തിനോട് പറഞ്ഞു. പരുന്ത് പറഞ്ഞു, ഞാൻ പന്നിയോ കാളയോ പോത്തിനെയോ ഒന്നും ഞാൻ തിന്നാറില്ല. മറ്റുള്ളവ തിന്നാത്തവ ഞാൻ എന്തിനാണ് ഭക്ഷിക്കുന്നത്? എൻ്റെ ഭക്ഷണം മാടപ്രാവുകളാണ്. ആ ഭക്ഷണത്തിനെയാണ് അങ്ങ് പിടിച്ചു വച്ചിരിക്കുന്നത്. എനിക്ക് വേറെ ഒരു ഭക്ഷണവും അങ്ങ് തരേണ്ട ആവശ്യമില്ല. ഞാൻ വേട്ടയാടിക്കൊണ്ട് വന്ന ആ മാടപ്രാവിനെ മാത്രം അങ്ങ് വിട്ടുതന്നാൽ മതി. ആ ധർമ്മം അങ്ങ് തെറ്റിക്കരുത്. കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഹേ ഗരുഡ, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എൻ്റെ രാജ്യമായിട്ടുള്ള ശിബിരാജ്യം ഭവാന് ഈ മാടപ്രാവിന് പകരമായിട്ട് തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അതല്ലെങ്കിൽ എന്ത് ധനം വേണമെന്ന് ചോദിച്ചോളൂ. എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ മാടപ്രാവിനെ മാത്രം ചോദിക്കരുത്. കാരണം രാജാവായിട്ടുള്ള ഞാൻ ഇവൻ്റെ രക്ഷ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇവൻ്റെ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പരുന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. എനിക്ക് മാടപ്രാവിനെ വേണ്ട. പക്ഷേ പകരം ആ മാടപ്രാവിൻ്റെ തൂക്കത്തിലുള്ള മാംസം അങ്ങയുടെ ശരീരത്തിൽ നിന്നും മുറിച്ചു തന്നാൽ മതി. അത് ഭക്ഷിച്ച് ഞാൻ സംതൃപ്തനായിക്കോളാമെന്ന് പറഞ്ഞു. ഇത് കേട്ടൊരു രാജാവ് ഒരു ത്രാസ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു തട്ടിൽ പ്രാവിനെ വെച്ചിട്ട് തൻ്റെ ശരീരത്തിൽ നിന്നും മാംസം മുറിച്ചെടുത്ത് അടുത്ത തട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ എത്രയൊക്കെ മാംസം മുറിച്ച് വെച്ചിട്ടും ആ പ്രാവിൻ്റെ തട്ട് തന്നെ താഴ്ന്നിരുന്നു. അവസാനം രക്തമൊലിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയിട്ട് ഉശീനര രാജാവ് അടുത്ത തട്ടിലേക്ക് കയറിയിരുന്നു. ഈ ഒരു ത്യാഗം കണ്ട് സംപ്രീതനായിട്ടുള്ള പരുന്തിൻ്റെ വേഷത്തിൽ വന്ന ഇന്ദ്രരാജാവ് പറഞ്ഞു, രാജാവേ, ഞാൻ ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനാണ്. അങ്ങയുടെ ത്യാഗ മനോഭാവത്തെക്കുറിച്ചിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി മാടപ്രാവിൻ്റെ രൂപത്തിൽ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങയുടെ ഈ ത്യാഗത്തിലും അങ്ങയുടെ ധർമ്മത്തിലും ഞങ്ങൾ അങ്ങേയറ്റം സംപ്രീതനായിരിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ പുണ്യലോകങ്ങൾ വരമായിട്ട് തരുകയാണ്. അതിനോടൊപ്പം തന്നെ അങ്ങയ്ക്ക് ബലിഷ്ഠമായിട്ടുള്ള ശരീരം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉശീനര രാജാവിനെ അനുഗ്രഹിച്ചിട്ട് ഇന്ദ്രനും അഗ്നിയും ദേവലോകത്തേക്ക് തിരിച്ചുപോയി.
ഉശീനര രാജാവ് വീണ്ടും ബലിഷ്ഠനായിട്ട് തീർന്നു. അദ്ദേഹത്തിൻ്റെ മുറിവുകളെല്ലാം ഇല്ലാതെയായി. അദ്ദേഹത്തിൻ്റെ ശരീരം പഴയതിലും കാന്തിയിലും ശക്തിയിലും വിളങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം ലോമശൻ പാണ്ഡവനോട് പറഞ്ഞു, ഭവാനെ, അങ്ങീ കാണുന്നത് ആ ഉശീനരൻ യജ്ഞം ചെയ്ത യജ്ഞഭൂമിയാണ്. ഇവിടെ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്കും അദ്ദേഹം നേടിയ പുണ്യലോകങ്ങളൊക്കെ നിനക്കും പ്രാപ്തമാകും. ലോമശനോടൊപ്പം യാത്ര ചെയ്ത യുധിഷ്ഠിരാദികൾ ശ്വേതകേതുവിൻ്റെയും ഉദ്ദാലകൻ്റെയും അഷ്ടാവക്രൻ്റെയും ഒക്കെ ജീവിച്ചിരുന്ന ഒരു യജ്ഞസ്ഥാനത്ത് എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ ലോമശൻ ആ യജ്ഞസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളും അഷ്ടാവക്രനെയും കുറിച്ചിട്ട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ലോമശനോട് പറഞ്ഞു, അഷ്ടാവക്രമുനിയെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്? അദ്ദേഹത്തിൻ്റെ കഥ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലോമശൻ പറഞ്ഞു, ഞാൻ ആ കഥ പറഞ്ഞു തരാം. പണ്ട് ഉദ്ദാലകൻ എന്ന് പറയുന്ന മഹാ ഋഷി ഇവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഉദ്ദാലകന് വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനുണ്ടായിരുന്നു. കഹോടൻ എന്നായിരുന്നു ആ ശിഷ്യൻ്റെ പേര്. കഹോടൻ്റെ ഗുരുശുശ്രൂഷയിലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനസമ്പാദനത്തിലുമൊക്കെ വളരെയധികം സംപ്രീതനായിട്ടുള്ള ഉദ്ദാലകൻ തൻ്റെ മകളായിട്ടുള്ള സുജാതയെ കഹോടന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഒരു യഥാസമയം കഹോടൻ്റെ ഭാര്യയായിട്ടുള്ള സുജാത ഗർഭിണിയായി. അതേ സമയത്ത് തന്നെ ഉദ്ദാലകൻ്റെ ഭാര്യയും ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഗർഭിണിയായിട്ടുള്ള സുജാത തൻ്റെ ഭർത്താവായിട്ടുള്ള കഹോടനോടൊപ്പം ഇരിക്കുന്ന സമയത്ത്, കുട്ടികളെയൊക്കെ പഠനം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഗർഭസ്ഥ ശിശുവായിട്ടുള്ള ആ കുട്ടി സുജാതയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അച്ഛൻ പഠിപ്പിക്കുന്നൊന്നും ശരിയാകുന്നില്ല, ഇങ്ങനെയൊന്നുമല്ല പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മുനിക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി. തൻ്റെ ശിഷ്യന്മാരെ മുമ്പിൽ വിളിച്ച് തന്നെ അപമാനിച്ച ഗർഭസ്ഥ ശിശുവായിട്ടുള്ള കുഞ്ഞിനെ കഹോടൻ ശപിച്ചു. അച്ഛനെ അപമാനിച്ച നീ 8 വളവുകളോട് കൂടിയിട്ട് ഇവിടെ ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചു. 10 മാസം ഗർഭം ചുമന്ന സുജാത അവസാനം വളരെ തേജസ്വിയായിട്ടുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ അവന് ശരീരത്ത് 8 വളവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അഷ്ടാവക്രൻ എന്നുള്ള അറിയപ്പെട്ടത്. അവൻ്റെ ശരീരത്തിൽ 8 വളവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അഷ്ടാവക്രൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അതേ സമയത്ത് തന്നെ ഉദ്ദാലകന് ഭാര്യയിൽ ഒരു പുത്രനുണ്ടായിരുന്നു. അവനാണ് ശ്വേതകേതു. ഇവർ രണ്ടുപേരും ഒരേ പ്രായമായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ആശ്രമത്തിൽ വളർന്നു വന്നത്. അഷ്ടാവക്രൻ ജനിക്കുന്നതിന് മുമ്പ് വയറ്റിൽ കിടക്കുന്ന ആ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് സുജാത ഭർത്താവായിട്ടുള്ള കഹോടനോട് പറഞ്ഞു, എൻ്റെ പ്രസവത്തിനുള്ള സമയമാണെന്ന് തോന്നുന്നു, പക്ഷേ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ധനം നമ്മളുടെ കയ്യിലില്ല. അതുകൊണ്ട് അങ്ങ് ധനം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമെന്ന് അപേക്ഷിച്ചു. ഇപ്രകാരം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് കഹോടൻ ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ തർക്കത്തിൽ വന്തി എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു മുനിവര്യനുണ്ടായിരുന്നു. വളരെ അധികം ജ്ഞാനമുള്ള ഒരു മഹർഷിവരനായിരുന്നു വന്തി. വന്തിയെ തർക്കത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ ധാരാളം ധനം ലഭിക്കുമെന്ന് കഹോടൻ അറിയായിരുന്നു. കഹോടൻ അങ്ങനെ വന്തിയുമായിട്ട് പ്രതിവാദത്തിൽ ഏർപ്പെട്ടു. വാദപ്രതിവാദത്തിൽ കഹോടൻ പരാജയപ്പെട്ടു. അപ്പോൾ വന്തിയുമായിട്ട് ആരെങ്കിലുമൊക്കെ തർക്കശാസ്ത്രത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ജലത്തിൽ മുക്കി കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ കഹോടനെയും വന്തി ജലത്തിൽ മുക്കിക്കൊന്നു. ഈ വർത്തമാനം അറിഞ്ഞ ഉദ്ദാലകൻ സുജാതയെ ചട്ടം കെട്ടി, ഒരു കാരണവശാലും നീ നിൻ്റെ പുത്രനായിട്ടുള്ള അഷ്ടാവക്രനെ ഈ വിവരം അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അഷ്ടാവക്രൻ ജനിച്ച ശേഷം തൻ്റെ അച്ഛനായിട്ട് കണ്ടത് തൻ്റെ അമ്മയുടെ അച്ഛനായിട്ടുള്ള ഉദ്ദാലകനായിരുന്നു. ഉദ്ദാലകനാണ് തൻ്റെ അച്ഛനെന്നാണ് വിചാരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ശ്വേതകേതു, അമ്മാവനായിട്ടുള്ള ശ്വേതകേതു തൻ്റെ സഹോദരനാണെന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 12 വയസ്സുവരെ ഇവനെ സത്യം അറിയിക്കാതെ അവർ വളർത്തി. ഒരു ദിവസം ഉദ്ദാലകൻ്റെ മടിയിലേക്ക് അഷ്ടാവക്രം വന്നിരുന്ന സമയത്ത് ശ്വേതകേതു വന്ന് അവനെ വലിച്ച് താഴെ ഇറക്കിയതിന് ശേഷം പറഞ്ഞു, ഇത് നിൻ്റെ അച്ഛനല്ല, ഇത് നിൻ്റെ മുത്തച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നിൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് കഥയെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് അഷ്ടാവക്രൻ ചെന്നു കഴിഞ്ഞപ്പോൾ ആ കഥയെല്ലാം വളരെ വിശദമായിട്ട് അമ്മ മകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പം 12 വയസ്സുള്ള ഒരു ബാലനായിരുന്നു ആ സമയത്ത് അഷ്ടാവക്രൻ. ഈ ക്രൂരമായിട്ടുള്ള വർത്തമാനം കേട്ടിട്ട് തൻ്റെ അച്ഛനെ നിർദ്ദയമായിട്ട്
നദിയിൽ മുക്കിക്കൊന്ന വന്തിയെ ഒരു പാഠം പഠിപ്പിക്കണം, വന്തിയം തിരിച്ച് തർക്കത്തിൽ തോൽപ്പിച്ചിട്ട് അവനെയും നദിയിൽ മുക്കിക്കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് അഷ്ടാവക്രൻ ശ്വേതകേതുവിനോടൊപ്പം ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവിടെ ഒരു യജ്ഞം നടക്കുന്നുണ്ട്. ആ യജ്ഞത്തിൽ ചെല്ലാനും വന്തിയെ തർക്കത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ രാത്രി തന്നെ അവർ ജനക മഹാരാജാവിൻ്റെ രാജ്യമായിട്ടുള്ള മിഥിലാപുരിയിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് അഷ്ടാവക്രൻ രാജാവിനെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. അപ്പം നടക്കുന്ന വഴിയിൽ രാജാവ് എതിരെ വന്നു കഴിഞ്ഞപ്പോൾ അഷ്ടാവക്രൻ രാജാവിനോട് പറഞ്ഞു, ബ്രാഹ്മണനില്ല എങ്കിൽ രാജാവ് ആദ്യം അന്ധനും പിന്നെ ബധിരനും പിന്നെ സ്ത്രീക്കും പിന്നെ ഭാരം വഹിക്കുന്നവനും വഴിമാറി കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ബ്രാഹ്മണനായിട്ടുള്ള ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങെനിക്ക് വഴിമാറി തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ബ്രാഹ്മണ, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്, ഞാനിതാ അങ്ങേക്ക് വേണ്ടിയിട്ട് വഴിമാറി തരികയാണ്. അങ്ങ് പ്രായം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും അങ്ങ് ബ്രാഹ്മണനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് വഴിമാറുകയാണ് എന്ന് പറഞ്ഞിട്ട് രാജാവ് അദ്ദേഹത്തിന് വഴിമാറി കൊടുത്തു. ഈ ജനക മഹാരാജാവ് നടത്തുന്ന യജ്ഞസ്ഥലത്തേക്ക് അവരെത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന സമയത്ത് ദ്വാരപാലകന്മാർ അവരെ തടഞ്ഞു. കൊച്ചു 2 കുട്ടികൾ, 12 വയസ്സുള്ള 2 ബാലന്മാർ വന്നു. അപ്പോൾ ആ യജ്ഞശാലയിലേക്ക് ജ്ഞാനികളായിട്ടുള്ളവർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദ്വാരപാലകന്മാർ ഈ ബാലകന്മാരെ തടഞ്ഞു. ദ്വാരപാലകന്മാർ തടഞ്ഞ സമയത്ത് രാജാവ് കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ അഷ്ടാവക്രൻ വിളിച്ചു പറഞ്ഞു, രാജാവേ, ഞങ്ങൾ ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ബ്രാഹ്മണരാണ്. നിങ്ങളുടെ ദ്വാരപാലകന്മാർ ഞങ്ങളെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിയായിട്ടുള്ള കോപത്താൽ ഞങ്ങൾ ജ്വലിക്കുകയാണ്. യജ്ഞം കാണുവാനും ജനക മഹാരാജാവിനെ കാണുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ദ്വാരപാലകന്മാർ ഞങ്ങളെ കടത്തിവിടാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. ദ്വാരപാലകൻ പറഞ്ഞു, ഇവിടെ യജ്ഞാചാര്യനായിട്ടുള്ള വന്തിയുടെ വാക്കുകളാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത്. നിങ്ങളെപ്പോലുള്ള ബാലകന്മാർക്ക് യജ്ഞശാലയിലേക്കുള്ള പ്രവേശനമില്ല. ഇവിടെ വൃദ്ധരും ജ്ഞാനികളുമായിട്ടുള്ളവർക്ക് മാത്രമേ യജ്ഞശാലയിലേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് വന്തിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ ഉള്ളിലേക്ക് കടന്നു വിടാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞിട്ട് ദ്വാരപാലകന്മാർ ആ ബാലന്മാരെ അവിടെ തടഞ്ഞു നിർത്തി. അഷ്ടാവക്രൻ ആ സമയത്ത് ദ്വാരപാലകന്മാരോട് പറഞ്ഞു, വൃദ്ധന്മാരെ ജ്ഞാനികളെയും ഉള്ളിലേക്ക് കടത്തിവിടാമെന്നുണ്ടെങ്കിൽ ഞങ്ങളെയും നിങ്ങൾ കടത്തിവിടണം. കാരണം ജ്ഞാനം കൊണ്ട് ഞങ്ങൾ വൃദ്ധരാണ്. ജ്ഞാനം വളരെയധികം നേടിയ ആൾക്കാരാണ്. എല്ലാ വേദങ്ങളും ആഗമങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കാണാപാഠമാണ്. ഞങ്ങൾക്ക് എല്ലാ തർക്കശാസ്ത്രങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് അറിവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ജ്ഞാനികളും അതോടൊപ്പം തന്നെ വൃദ്ധന്മാരുമാണ്. പ്രായം കൊണ്ടല്ല ഒരാളെ വൃദ്ധനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ജ്ഞാനവൃദ്ധന്മാരാണ്. അതുകൊണ്ട് ഞങ്ങളെ കടത്തിവിടുന്നതിൽ യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് ദ്വാരപാലകന്മാരോട് അഷ്ടാവക്രൻ പറഞ്ഞു. ദ്വാരപാലകന്മാർ പറഞ്ഞു, ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ശബ്ദമാണ് ഓം. ആ ഓംകാര രൂപിണിയാണ് സരസ്വതി. നിങ്ങൾ സരസ്വതിയെ പ്രീതിപ്പെടുത്തൂ. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ആത്മപ്രശംസ നടത്തുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ആത്മപ്രശംസ ജ്ഞാനികളായിട്ടുള്ള ആരും അങ്ങനെ ആത്മപ്രശംസ നടത്താറില്ല. ആത്മപ്രശംസ നടത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ജ്ഞാനികളാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ബാലന്മാരെയും അഷ്ടാവക്രനെയും ശ്വേതകേതുവിനെയും ആ ദ്വാരപാലകന്മാരവിടെ തടഞ്ഞു തന്നെ വെച്ചു. അഷ്ടാവക്രൻ പറഞ്ഞു, ദേഹം കൊണ്ട് വൃദ്ധനായവർ, അവർക്ക് ജ്ഞാനമില്ലെങ്കിൽ അവരുടെ ശരീരം പ്രായമായതുകൊണ്ട് എന്ത് ഫലമാണുള്ളത്? ശരീരത്തിൻ്റെ പ്രായം നോക്കിയല്ല ഒരാൾ വൃദ്ധനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. അവൻ എത്രത്തോളം ജ്ഞാനം നേടിയിട്ടുണ്ട് അതിനെ നോക്കിയിട്ടാണ് ഒരാൾ വൃദ്ധനാണോ ജ്ഞാനിയാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ആ ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ടും ശരീരത്തിൻ്റെ പ്രായാധിക്യം കൊണ്ടും ഒരാൾ ഒരിക്കലും വൃദ്ധനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരാൾ ഒരു ജ്ഞാനിയാണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ബാലന്മാരാണെങ്കിലും ഞങ്ങൾ വലിയ ജ്ഞാനികളാണ്. ദ്വാരപാലകന്മാർ പറഞ്ഞു, ഈ ചെറിയ കാലം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ബാലന്മാരായിട്ടുള്ള നിങ്ങൾ വൃദ്ധന്മാരായിട്ട് മാറുന്നത്? വൃദ്ധന്മാരാണ് ബാലകന്മാർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങളിപ്പോൾ ജ്ഞാനം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നത്? അതുകൊണ്ട് നിങ്ങളെ കയറ്റിവിടാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ അവിടെ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അഷ്ടാവക്രൻ പറഞ്ഞു, തല നരച്ചതുകൊണ്ടോ ശരീരത്തിൽ ചുളിവ് വീണുകൊണ്ടോ ഒരാൾ വൃദ്ധനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഒരാളുടെ മേന്മ അയാളുടെ വയസ്സിലോ അയാളുടെ ബന്ധുബലത്തിലോ അയാളുടെ സമ്പത്തിലോ ആണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല.
ഇവയൊന്നുമല്ല മഹത്വത്തെ സ്വീകരിക്കേണ്ട വഴികൾ. രാജസദസ്സിൽ വെച്ചിട്ട് വന്തിയെ കാണാനും അദ്ദേഹത്തെ തർക്കത്തിൽ തോൽപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ചെന്നിട്ട് മഹാനായിട്ടുള്ള രാജാവിനെ ഇക്കാര്യങ്ങൾ അറിയിക്കുക. 2 ബാലന്മാരിവിടെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം. അവിടെ ഇരിക്കുന്ന പുരോഹിത പ്രമുഖന്മാരും ബാക്കിയുള്ള ജ്ഞാനികളും തീരുമാനിക്കട്ടെ, ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ബാലന്മാരാണോ വൃദ്ധന്മാരാണെന്നോ ഉള്ള കാര്യം അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടതെന്ന് ദ്വാരപാലകന്മാരോട് ബാലനായിട്ടുള്ള അഷ്ടാവക്രൻ പറഞ്ഞു. ദ്വാരപാലൻ ആ സമയത്ത് തിരിച്ചു പറഞ്ഞു, വിനീതന്മാരായിട്ടുള്ള ജ്ഞാനികൾ ചെന്ന് കയറേണ്ട സദസ്സിൽ 12 വയസ്സുള്ള ബാലന്മാരെ ഞാൻ എങ്ങനെ കയറ്റിവിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നീ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ വേറൊരു വഴി പറഞ്ഞു വിടാം. നീ നേരായിട്ടുള്ള വഴിയിലൂടെ നീ യജ്ഞശാലയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. വേറൊരു വഴിയെ നീ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഢമായിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തിട്ട് ആ വഴിയെ യജ്ഞശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ദ്വാരപാലകർ അനുവദിച്ചു. അങ്ങനെ യജ്ഞശാലയിൽ എത്തിക്കഴിഞ്ഞ രാജാവിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള അഷ്ടാവക്രൻ അവിടെ വെച്ചിട്ട് ജനക മഹാരാജാവിനോട് പറഞ്ഞു, ഭവാനെ അങ്ങ് രാജാക്കന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ജനക മഹാരാജാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ആചാര്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വന്തി അവൻ തർക്കത്തിൽ തോൽപ്പിച്ചവരെയൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അദ്വൈത ബ്രഹ്മത്തെക്കുറിച്ചിട്ട് ആ ബ്രാഹ്മണനോട് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വന്തി എവിടെയാണുള്ളത്? ആ വന്തിയെ ഞാൻ തർക്കത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിക്കുകയാണ്. രാജാവ് പറഞ്ഞു, വന്തിയുടെ വാഗ്ബലത്തെക്കുറിച്ചിട്ട് യാതൊരു അറിവുമില്ലാത്തതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്. ബാലനായിട്ടുള്ള നിങ്ങൾക്ക് വന്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. വന്തിയുടെ അടുത്ത് തർക്കിക്കാൻ വന്ന പലരും സൂര്യൻ്റെ മുമ്പിൽ നക്ഷത്രങ്ങൾ നിഷ്പ്രഭമാകുന്നത് പോലെ നിഷ്പ്രഭമാകുകയും അവരൊക്കെ ജലത്തിൽ മുങ്ങിക്കൊല്ലപ്പെടുന്നതും ഞാനിവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വെറും ബാലന്മാരായിട്ടുള്ള നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്തിയുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ജനകൻ പറഞ്ഞു. അപ്പോൾ അഷ്ടാവക്രൻ തിരിച്ചു പറഞ്ഞു, എന്നെപ്പോലുള്ള സമർത്ഥന്മാരെ വന്തി നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പറയുന്നത്. അങ്ങ് വന്തിയുടെ മുമ്പിലേക്ക് എന്നെ ദയവ് ചെയ്ത് വിട്ടാലും. അപ്പോൾ ഈ ബാലൻ്റെ സാമർഥ്യം അറിയാൻ വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ജനക മഹാരാജാവ് തന്നെ ആ ബാലനോട് അഷ്ടാവക്രനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാലചക്രത്തെക്കുറിച്ചിട്ടും ഇടിമിന്നലിനെക്കുറിച്ചിട്ടും മേഘത്തെക്കുറിച്ചിട്ടുമൊക്കെ വളരെ ഗൂഢമായിട്ട് ജനക മഹാരാജാവ് അഷ്ടവക്രനോട് ചോദിച്ചു. അതിനെല്ലാം വളരെ സമർത്ഥമായിട്ടുള്ള രീതിയിൽ തന്നെ അഷ്ടവക്രൻ തിരിച്ച് ഉത്തരം പറഞ്ഞു. അതിനുശേഷം രാജാവ് വീണ്ടും ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി ഏതാണ്? ജനിച്ചതിന് ശേഷവും ഇളക്കമില്ലാത്തത് എന്തിനാണ്? ഹൃദയമില്ലാത്ത വസ്തു ഏതാണ്? സ്വന്തം വേഗം കൊണ്ട് എന്താണ് വർദ്ധിക്കുന്നത്? അഷ്ടാവക്രൻ അതിനെല്ലാം ഉത്തരം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി മത്സ്യമാണ്. ജനിച്ചതിന് ശേഷം അനക്കമില്ലാത്തത് മുട്ടയ്ക്കാണ്. ഹൃദയമില്ലാത്തത് കല്ലിനാണ്. സ്വന്തം വേഗത്താൽ വർദ്ധിക്കുന്നത് നദിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് സംപ്രീതനായി. രാജാവ് പറഞ്ഞു, ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് നിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചിട്ട് അളക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പരീക്ഷയിൽ എനിക്ക് പരിപൂർണ തൃപ്തിയുണ്ടായിരിക്കുന്നു. ഇത്രയും വിദ്വാനായിട്ടുള്ള ഭവാനെ ഒരു ബാലനായിട്ടല്ല, ഒരു ദേവസത്വനായിട്ടാണ്, ഒരു ദേവതുല്യനായിട്ടാണ് ഞാൻ കാണുന്നത്. ഭവാൻ കേവലം ബാലൻ മാത്രമല്ല, ജ്ഞാനം കൊണ്ട് ഒരു വൃദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. വാഗ്ബലത്തിൽ അങ്ങ് അതുല്യ പ്രഭാവമുള്ളവനാണ്. അതുകൊണ്ട് ആ വഴിക്ക് പോയാലും അവിടെ വന്തി എന്ന് പറയുന്ന ശ്രേഷ്ഠൻ നിൽപ്പുണ്ട്. അവനുമായിട്ട് നീ തർക്കത്തിൽ ഏർപ്പെട്ടാലും എന്ന് ജനക മഹാരാജാവ് അഷ്ടാവക്രൻ എന്ന് പറയുന്ന 12 വയസ്സുള്ള ബാലനോട് പറഞ്ഞു. അഷ്ടാവക്രൻ പറഞ്ഞു, അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ബ്രാഹ്മണരും അതോടൊപ്പം തന്നെ രാജാക്കന്മാരും നിറഞ്ഞ ഈ സദസ്സിൽ ഞാൻ വന്തിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും വന്തിയെ ഞാനിതാ വെല്ലുവിളിക്കുകയാണ്. തന്നെത്താൻ വാഗ്മിയാണെന്ന് അഭിമാനിക്കുന്ന വന്തി എവിടെയാണെങ്കിലും എൻ്റെ മുമ്പിലേക്ക് വരൂ. ഞാനുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വന്തിയെ വെല്ലുവിളിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേ വന്തി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ ഉണർത്തുന്നത് വലിയ മണ്ടത്തരമാണെന്ന് ഞാനിപ്പോൾ നിന്നെ പഠിപ്പിച്ചു തരാം. സർപ്പത്തിൻ്റെ തലയിൽ ചവിട്ടിയവനെ അത് വെറുതെ വിടില്ല.
അവൻ എത്ര ശക്തനായാലും സർപ്പത്തിൻ്റെ കടിയേറ്റ് നശിക്കുക തന്നെ ചെയ്യും. ദുർബലൻ ചെന്ന് ഒരു പർവ്വതത്തിനെ അടിച്ച് തകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈ മാത്രമേ തകരുകയുള്ളൂ, പർവ്വതത്തിന് ഒന്നും സംഭവിക്കില്ല. അതുപോലെയായിരിക്കും എന്നോട് എതിരിടാൻ വന്ന ബാലനായിട്ടുള്ള നിൻ്റെ അവസ്ഥ. അഷ്ടാവക്രൻ ആ സമയത്ത് മിഥിലാധിപനായിട്ടുള്ള ജനമഹാരാജാവിനോട് പറയും, രാജാവേ, എല്ലാ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വളരെ ജ്ഞാനിയായിട്ടുള്ള രാജാവാണ് അങ്ങ്. അങ്ങ് ദയവ് ചെയ്ത് വന്ദിയുമായിട്ട് എന്നെ തർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അനുവദിച്ചാലും, ജ്ഞാനിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് വന്തി തോൽക്കുകയാണെങ്കിൽ അവനെ ബാക്കിയുള്ളവർ എങ്ങനെയാണോ വന്തിയോട് തോറ്റപ്പോൾ അവരെ മുക്കിക്കൊന്നത്, അതുപോലെ വന്തിയെ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അനുവാദവും അങ്ങ് തരണം എന്ന് പറഞ്ഞു. ഇപ്രകാരം അഷ്ടാവക്രൻ സഭയിൽ ഗർജിച്ചുകൊണ്ട് വന്തിയെ വെല്ലുവിളിച്ചു. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ജനകമഹർഷി കൊടുത്തു. അഷ്ടാവക്രനും വന്തിയും തമ്മിലുള്ള തർക്കം അവിടെ ആരംഭിച്ചു. അവർ വേദങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങൾ കൊണ്ടാണ് അവർ തർക്കം ആരംഭിച്ചത്. ആദ്യം 1 മുതലുള്ള സംഖ്യകൾ കൊണ്ടുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള 1 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകം അഷ്ടാവക്രൻ ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശ്ലോകം വന്തി ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ 3 എന്ന് പറയുന്ന ശ്ലോകം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് അഷ്ടാവക്രൻ ചൊല്ലി. അങ്ങനെ ഓരോ സംഖ്യയും കൂട്ടിക്കൊണ്ടുള്ള വേദശ്ലോകങ്ങൾ ചൊല്ലി വന്നു. അവസാനം വന്തി 13ാമത്തെ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് വന്തിക്ക് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ആ സമയത്ത് അഷ്ടാവക്രൻ അത് വളരെ നിസ്സാരമായിട്ട് അതിനെ പൂരിപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരും അവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണരുമെല്ലാം വളരെ കരഘോഷം മുഴക്കി അഷ്ടാവക്രൻ്റെ വിജയം അവർ പ്രഖ്യാപിച്ചു. ജനങ്ങളിങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് വന്തി വളരെ ദുഃഖത്തോടു കൂടിയിട്ട് തലയും കുനിച്ച് അവിടെ നിൽപ്പായി. ആഹ്ലാദ പ്രകടനങ്ങളുടെ ഇടയിൽ അഷ്ടാവക്രൻ ജനകനോട് പറഞ്ഞു, വന്തിയോട് തോറ്റവരെയെല്ലാം വന്തി ജലത്തിൽ മുക്കിക്കളഞ്ഞല്ലോ, അതുകൊണ്ട് ഇവനെയും ആ കടലിൽ മുക്കി കൊല്ലണം, അതാണ് ധർമ്മം എന്ന് പറഞ്ഞു. ആ സമയത്ത് വന്തി എല്ലാവരോടുമായിട്ട് പറഞ്ഞു, മാന്യരെ, വന്തിരെ, ഞാൻ സമുദ്രരാജാവായിട്ടുള്ള വരുണൻ്റെ പുത്രനാണ്. വരുണൻ 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ജലത്തിനടിയിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. ആ യജ്ഞത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ തർക്കത്തിൽ തോൽപ്പിച്ചിട്ട് അവരെയൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അവരൊക്കെ ഇപ്പോൾ വളരെ സുഖമായിട്ട് പഠനലോകത്തിലെ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വരുണൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സത്രം തീർന്നു കഴിഞ്ഞാൽ അവരെല്ലാം വളരെ സുഖമായിട്ട് തിരിച്ചു വന്നോളും. ഈ നിൽക്കുന്ന അഷ്ടാവക്രൻ എന്ന് പറയുന്ന ബാലൻ വളരെ പൂജ്യനാണ്. ഞാൻ അവനെ പൂജിക്കുന്നു. അവൻ്റെ അച്ഛനായിട്ടുള്ള കഹോടനും ഉടനെ തന്നെ തിരികെ എത്തും. ഇത് കേട്ടിട്ടും അഷ്ടാവക്രന് തൃപ്തിയായില്ല. ജനമഹാരാജാവ് വന്തിയെ ജലത്തിൽ താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന കണ്ടിട്ട് അഷ്ടാവക്രൻ കോപത്തോടു കൂടിയിട്ട് പറഞ്ഞു, അങ്ങ് വാക്കിൽ നിന്നും പിന്മാറുകയാണോ? അങ്ങ് വളരെ നീതിയുള്ള രാജാവാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ വന്തിയെ വീണ്ടും അങ്ങ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവൻ പറയുന്ന വാക്ക് കേട്ടിട്ട് അനുവദിക്കുകയാണോ? ഇതൊരിക്കലും ധർമ്മത്തിന് ചേർന്നല്ല രാജാവേ എന്ന് പറഞ്ഞു. കേട്ടുകഴിഞ്ഞപ്പോൾ ജനമഹാരാജാവ് പറഞ്ഞു, ഞാൻ ഒരിക്കലും വാക്കിൽ നിന്ന് പിന്മാറില്ല. ബാലക, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വന്തിയെ ഞാനിതാ വിട്ടു തന്നിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള പോലെ അവനെ ചെയ്യാം. അഷ്ടാവക്രൻ പറഞ്ഞു, ഈ ജീവിച്ചിരിക്കുന്ന വന്തിയെ കൊണ്ട് എനിക്കൊരു കാര്യവുമില്ല. എൻ്റെ അച്ഛനെ ജലത്തിൽ താഴ്ത്തിയതുപോലെ തന്നെ ഇവൻ വരുണൻ്റെ പുത്രനാണെങ്കിൽ ഇവനെയും വെള്ളത്തിലേക്ക് താഴ്ത്തുക എന്ന് പറഞ്ഞു. വന്തി ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അഷ്ടാവക്രനോട് പറഞ്ഞു, നീ എന്നെ ജലത്തിൽ താഴ്ത്തുന്നത് കൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. വളരെ നാളായിട്ട് നീ കാണാതിരിക്കുന്ന നിൻ്റെ അച്ഛനും ബാക്കിയുള്ള പണ്ഡിതന്മാരും ഇപ്പോൾ തന്നെ ഇവിടെ തിരികെ എത്തും എന്ന് പറഞ്ഞിട്ട് വരുണനെ വന്തി സ്തുതിച്ചു. ആ സമയത്ത് വന്തിയാൽ ജലത്തിലേക്ക് താഴ്ത്തപ്പെട്ട കഹോടൻ ഉൾപ്പെടെയുള്ള എല്ലാ വിപ്രന്മാരും തിരികെ ജനകൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് ജനങ്ങളെല്ലാവരും കണ്ടത്. കഹോടൻ ആ സമയത്ത് ജനകരാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇവനെപ്പോലുള്ള പുത്രന്മാരാണ് പിതാക്കന്മാർക്ക് ഏറ്റവും അധികം ശ്രേയസ് ഉണ്ടാക്കുന്നത്. ഏറ്റവും മന്ദബുദ്ധിയായിട്ടുള്ള അച്ഛന്മാർക്ക് പോലും അതിബുദ്ധിമാന്മാരും ജ്ഞാനികളുമായിട്ടുള്ള പുത്രന്മാരുണ്ടാകും. ആ പുത്രൻ എന്നുള്ള രീതിയിൽ അവൻ്റെ ധർമ്മം ഏറ്റവും നല്ല രീതിയിൽ നടത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് കഹോടനും അഷ്ടാവക്രനും ജനമഹാരാജാവിനെ അനുഗ്രഹിച്ചു. ജലത്തിൽ മുക്കി മരിച്ചു എന്ന് കരുതിയപ്പെട്ടിരുന്ന വിപ്രന്മാരൊക്കെ വളരെ ശോഭയോടു കൂടിയിട്ട് തിരിച്ച് ജനമഹാരാജാവിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ വന്തി യാത്ര പറഞ്ഞിട്ട് തിരികെ
തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരുണൻ്റെ അടുത്തേക്ക് യാത്രയായി. വിപ്രന്മാരെല്ലാവരും അഷ്ടാവക്രനെ വന്ദിച്ച് പൂജിക്കുകയും ചെയ്തു. ഇതിനുശേഷം തൻ്റെ അച്ഛനായിട്ടുള്ള കഹോടനോടൊപ്പം അഷ്ടാവക്രൻ തിരികെ ആശ്രമത്തിലേക്ക് പോയി. അച്ഛനായിട്ടുള്ള അഹോടനോടൊപ്പം ആശ്രമത്തിൽ എത്തിച്ചേർന്ന അഷ്ടാവക്രനോട് സുജാതയുടെ മുമ്പിൽ വെച്ചിട്ട്, അഷ്ടാവക്രൻ്റെ അമ്മയായിട്ടുള്ള സുജാതയുടെ മുമ്പിൽ വെച്ചിട്ട് അവിടെയുള്ള നദി കണ്ടിട്ട് ആ നദിയിലിറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അഷ്ടാവക്രൻ ആ നദിയിലിറങ്ങി കുളിച്ചു. കയറി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ വളവുകളെല്ലാം മാറി ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനുമായിട്ടുള്ള ഒരു മുനികുമാരനായിട്ട് അവൻ മാറി. അങ്ങനെ അവൻ മുങ്ങിക്കുളിച്ചിട്ടുള്ള നദിക്ക് അവൻ്റെ ശരീരത്തിനെ സമമാക്കിയതുകൊണ്ട് ആ നദി സമംഗം എന്നുള്ള പേരിൽ പ്രശസ്തമായി. ആ കാണുന്ന നദിയാണ് യുധിഷ്ഠിര നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ലോമശൻ യുധിഷ്ഠിരനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഈ നദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. നീ നിൻ്റെ സഹോദരന്മാരോടും വിപ്രന്മാരോടും കൂടിയിട്ട് ഈ നദിയിൽ കുളിച്ചിട്ട് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി പുണ്യലോകങ്ങൾ നേടുവാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി നേടുക എന്ന് പറഞ്ഞു. തീർത്ഥയാത്രാ പർവ്വ അവസാനിക്കുന്നില്ല. ഇനിയുമുള്ള കുറച്ച് വീഡിയോകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേൾക്കേണ്ടി വരും. മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പറയാനും വായിക്കാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അധ്യായമാണ് ഈ തീർത്ഥയാത്രാ പർവ്വം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളുടെ പേരുകളും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ യജ്ഞമായിട്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അപ്പം അടുത്തൊരു ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.